ഇന്ന് മീൻകാരൻ ചേട്ടനെ നോക്കിയിരുന്ന് മീൻകാരൻ ചേട്ടൻ പറ്റിച്ചു കേട്ടോ. ഇന്ന് വന്നില്ല. അപ്പോൾ ഇന്ന് കറിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സിബി വന്ന വഴിക്ക് മീൻ വാങ്ങിച്ചിട്ട് വന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ മീൻ ക്ലീൻ ചെയ്തായിട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് അതൊക്കെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇന്ന് അരപ്പ് വാട്ടിയാണ് കേട്ടോ മീൻ കറി വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് അരച്ച് വെച്ച അരപ്പൊഴിക്കുന്നുണ്ട് കേട്ടോ. ഈ അരപ്പ് നന്നായിട്ട് എണ്ണ തെളിയും വരെ നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. ഇങ്ങനെ അരപ്പ് വാട്ടിയെടുത്ത് ഉണ്ടാക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ നല്ല മീനൊക്കെ കിട്ടുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് വെക്കാറുള്ളത്. അപ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കൊടമ്പുളിയാണ് കേട്ടോ ഞാൻ എപ്പോഴും മീൻ കറിക്ക് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കി ഇടുന്നുണ്ട്. മീൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും എപ്പോഴും കുറച്ച് ഉലുവ പൊടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ പെറുക്കി ഇടുന്നുണ്ട്. അതിന് ശേഷം കറിവേപ്പിലയിട്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുവാണ് കേട്ടോ. കുറച്ച് മീൻ കഷ്ണങ്ങൾ ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് മസാല തേച്ചെടുക്കുവാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ലൈം ജ്യൂസ് ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ മീൻ വറുക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.